നമുക്കൊരു സാധനത്തിന്റെ ഇത് കണ്ടോ, നമ്മൾ അതിന്റെ ഒരു പൂക്കൊല കാണുമ്പോൾ നമുക്കറിയാം ഇത് നന്നായിട്ട് കായ വന്നിരുന്നതാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ടേസ്റ്റ് നല്ല മധുരമാണ്. അങ്ങനെ പൊതുവേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവറും നല്ലൊരു മധുരമുള്ള സാധനമാണ്. അതുപോലെ തന്നെ സീഡ് വളരെ ചെറുതാണ്. പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുക ഏതൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിലും അതിന്റെ ക്വാളിറ്റി ബേസ് ചെയ്യുമ്പോൾ അത് അത്യം നല്ല ക്വാളിറ്റി ഉള്ളതല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുള്ളൂ. ഈ വെറൈറ്റിയാണ് ബംഗനാപ്പള്ളി എന്ന് പറയുന്നത്. ബംഗനാപ്പള്ളി കാണുന്നത് അല്ലേ? ഇതും നല്ല വലിപ്പമുള്ള മരം തന്നെ കേട്ടോ. അത്യാവശ്യം ഇതും നമ്മളടുത്ത് ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ. ഇതൊക്കെ സെയിം റേറ്റ് സെയിം റേറ്റ് തന്നെ. നമ്മൾ ഈ ഓഫറിൽ 800 രൂപ കൊടുക്കാം അല്ലേ? ഈ വലിയ മരങ്ങളാട്ടോ 800 രൂപ. ഞാനിന്ന് എത്തിയുള്ളത് മലപ്പുറം ജില്ലയിലെ തങ്കയത്തിൽ അഗ്രോ ഫാമിലാണ്. ഈ ഫാമിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല, കാരണം ഒരുപാട് വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ പരിചയപ്പെടുത്തൽ. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. പെരിന്തൽമണ്ണയിലെ തിരൂരിക്കാട് നിന്നും മഞ്ചേരി റോഡിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ കാണുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു ഫാമാണ് നമ്മുടെ തങ്കയത്തിൽ അഗ്രോ ഫാം. ക്വാളിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ക്വാണ്ടിറ്റിന്റെ കാര്യത്തിലും വളരെ മികച്ചു നിൽക്കുന്ന ഒരു ഫാമാണ് നമ്മുടെ ഈ ഒരു ഫാം. അപ്പോൾ ഇവിടുത്തെ പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ഫാമിന്റെ ഓണർ ഷൗക്കത്ത് നമ്മുടെ അടുത്തുണ്ട്. ഷൗക്കത്ത് ഒന്ന് കാണാം, അതിനുശേഷം നമുക്ക് ഫ്രൂട്ട്സ് പാനുകളൊക്കെ വിശദമായി ഒന്ന് പരിചയപ്പെടാം. ഷൗക്കത്തിക്ക തൊട്ടടുത്തുണ്ട്. ഷൗക്കത്തിക്ക അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. ഭയങ്കര മഴ ഇതൊക്കെ അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും എന്നെ വിളിക്കുമ്പോ എന്തായാലും ഒരു ഗിഫ്റ്റ് ഉണ്ടാവില്ലേ? അതെ, ഇത് നമുക്ക് ആദ്യം കാണിക്കാല്ലേ? ഈ ഒന്ന് നോക്ക്, ഈ മുതൽ കണ്ടിട്ടുണ്ട് എവിടെയും. ഓ, ഇത് ഒരു വെറൈറ്റി ആണല്ലേ? ഞാൻ കാണാത്തൊരു അത്ഭുതപ്പെട്ട ഒരു സംഭവമാണ് ഇത്. ഇത്ര ചെറിയതിൽ ഏതെങ്കിലും കായില്ലാത്തതുണ്ടോ? നല്ല ചെറിയ മരത്തിൽ ഒരുപാട് കാഴ്ച നിൽക്കുന്ന ലോങ്ങൻ. ഇത് ഏത് ലോങ്ങൻ? അത് ഇത് നമ്മുടെ തായ് വെറൈറ്റിയാണ്. തായ് കൊഹാല. ഈ കൊഹാല ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇനാണ്. നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. യൂട്യൂബിലൊക്കെ അത് ധാരാളം നമുക്ക് ചെടികൾ കാണാൻ കഴിയും. കൊഹാല എന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കൊല കാണുമ്പോൾ അറിയാലോ, നമുക്കൊരു സാധനത്തിന്റെ ഇത് കണ്ടോ, നമ്മൾ അതിന്റെ ഒരു പൂക്കൊല കാണുമ്പോൾ നമുക്കറിയാം ഇത് നന്നായിട്ട് കായ വന്നിരുന്നതാണ്. പിന്നെ നമ്മളെ നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ പ്രളയം ഉണ്ടല്ലോ, റെഡ് അലർട്ടൊക്കെയാണ് ഇതൊക്കെ. റെഡ് അലർട്ടൊക്കെ തരണം ചെയ്ത ആളാ. അപ്പൊ എന്താ വെച്ചാൽ പൊതുവേ നമ്മുടെ റംബുട്ടാൻ പോലെ ഒക്കെ തന്നെ അതിന്റെ ചോട്ടുമൊക്കെ റംബുട്ടാൻ നമുക്ക് പൊഴിഞ്ഞു കിടക്കും. ഇതൊന്നുമല്ല, റംബുട്ടാനൊക്കെ എത്ര കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയിലധികം പൊഴിഞ്ഞു പോയി. നല്ല നിറഞ്ഞു നിന്ന കൊലയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. അപ്പൊ അതുപോലുള്ള ഒരു വെറൈറ്റി അല്ല. അപ്പൊ അത്രയും നമ്മുടെ ഈ പിന്നെ ഇത് ഇന്ന് കായ പൊഴിഞ്ഞു പോയതിന്റെ ബാക്കിയാണിത്. അങ്ങനെയാണ് ഇതിനും കാണേണ്ടത്. അപ്പോ നമ്മള് ലോങ്ങലില് പല വെറൈറ്റീസും കണ്ടിട്ടുണ്ട്. ഇതുപോലെ ചെറു പ്രായത്തിൽ തന്നെ നിറയെ കാഴ്ചക്കുന്ന ലോങ്ങലില് അത്ഭുതകരമാക്കിയിട്ടുള്ള ഒരു ലോങ്ങൽ നമ്മൾ കാണുന്നത്. ഇനിയിപ്പോ നിന്റെ ഒരു അഭിപ്രായത്തില് നിന്റെ കസ്റ്റമേഴ്സിന് ഇത് സജക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ഇത് വെക്കാൻ പറ്റുന്നതാണോ അല്ലേ, നീ ഒന്ന് അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും 100% വെക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി വെറൈറ്റിനാണിത്. പറയേണ്ട ആവശ്യമില്ല, കാണിച്ചു തരികയാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും നിറയെ കാഴ്ച നിൽക്കുന്ന ഒരു ലോങ്ങൽ വെറൈറ്റിയാണ്. ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി വിശദീകരിക്കാൻ പറ്റുമോ? ഇതിന്റെ ടേസ്റ്റ് നല്ല മധുരമാണ്. ലോങ്ങന് പൊതുവേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലേവറും നല്ലൊരു മധുരമുള്ള സാധനമാണ്. അതുപോലെ തന്നെ സീഡ് വളരെ ചെറുതാണ്. പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുക ഏതൊരു ഐറ്റം ആണെന്നുണ്ടെങ്കിലും അതിന്റെ ക്വാളിറ്റി ബേസ് ചെയ്യുമ്പോൾ അത് അത്യം നല്ല ക്വാളിറ്റി ഉള്ളതല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മള് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ വരുന്ന സാധനമാണ് കൊഹാല എന്നാണ് ഈ വെറൈറ്റിന്റെ പേര്. തായ് കൊഹാല തായ്ലൻഡിൽ നിന്ന് നേരിട്ട് തന്നെ എത്തിച്ച പ്ലാന്റ്. ഇതല്ല, ഇതിന്റെ മദർ പ്ലാന്റ് നേരിട്ട് തായ്ലൻഡിൽ നിന്ന് എത്തിച്ചിട്ട് അതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മള്. ഇത് ഏകദേശം എത്രത്തോളം അടി വരും ഇതിന്റെ മൊത്തത്തിൽ ഹൈറ്റ് വരികയാണെങ്കിൽ? ഇത് ഇപ്പോ നിലവിൽ ഇത് വളരെ ബുഷായിട്ട് നിൽക്കുന്ന ചെടിയാണ്. നമ്മുടെ മറ്റു പല ചെടികളും ഇതിന്റെ നേരിട്ട് റംബുട്ടാനെ പോലെ പോകുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് ബുഷി പ്ലാന്റ്. നല്ല ബുഷായിട്ട് ഇങ്ങനെ പടർന്നു നിൽക്കുന്ന പ്ലാന്റ്. ഇതിന്റെ മദർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 2 അടിക്ക് ബുഷായ ചെടിയാണുള്ളത്. വളരെ, അതായത് ഇപ്പൊ നമ്മള് തായ്ലൻഡിൽ നിന്ന് ഇതിനെ എടുക്കുന്ന സമയത്തും ഇതൊരു ഏതാണ്ട് ഒരാളുടെ ഹൈറ്റിൽ ബുഷായതാണ്. ഇതൊക്കെ ഇപ്പൊ നെറ്റിൽ ഏകദേശം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എവിടെ ഉള്ളതും. ഇത് ബുഷി ആയിട്ടുള്ള നല്ല ചെടിയാണ്. ഒരു മരം പോലെ ഒന്നും വല്ലാതെ വരുന്നതല്ലാതെ. ലോങ്ങൽ തന്നെ പലതും മരം പോലെ പോകുന്നുണ്ട്. അത് പൊതുവേ ഹീൽഡ് കൂടുതലുള്ള ഏത് സാധനം വല്ലാതെ നീണ്ടു പോകത്തില്ല. അപ്പൊ നമ്മളെ പ്ലാവ് ആണെങ്കിലും ഏത് സാധനമാണെങ്കിലും നമുക്ക് നോക്കാം, കൂടുതൽ ഹീൽഡ് ഉള്ളത് പടർന്നു വരാനാണ് ശ്രമിക്കുള്ളൂ. 2000 പീസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 2000 മുകളിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ ഏതാണ്ട് നമ്മൾ സെല്ല് കഴിഞ്ഞ് എന്നാലും നമ്മൾ താങ്ങ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് ഇപ്പൊ ഒരു കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു 1500 മുകളിൽ ഇപ്പോഴും നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവും. ഓർഡറുകളുണ്ട്, ഓർഡർ മൊത്തം കൊടുത്തിട്ടില്ല നമ്മള്. അപ്പൊ നമ്മൾ കസ്റ്റമർ കണ്ട് വിളിക്കാന്നുണ്ടെങ്കിൽ റീറ്റെയിൽ പ്രൈസ് എത്ര രൂപ നമുക്ക് കൊടുക്കാം? റീറ്റെയിൽ പ്രൈസ് നമുക്ക് ഇപ്പോ ഇതൊരു ഓഫർ ആയിട്ട് 1000 രൂപക്ക് കൊടുക്കാം.
നോർമലി ഒരു ലോങ്ങൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് അറിയാം, ഏറ്റവും പഴയ 5-6 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ലോങ്ങനുകൾക്ക് വരെ ഇത്ര പോകുന്നൊരു പീസിന് കായൊന്നും ഇല്ലാത്തതിന് തന്നെ 1000 രൂപ വാങ്ങിക്കുന്നുണ്ട്. 1000 രൂപ ഒരു നോർമൽ ലോങ്ങിന്റെ റേറ്റ് തന്നെയാണ്. പക്ഷെ നമ്മളൊരു പുതിയ വെറൈറ്റി വരുമ്പോൾ ഏതൊരു ചവറ ഐറ്റംസ് ആണെങ്കിലും അതിന് ഡബിളും ത്രിബിളും ഒക്കെ റേറ്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളത് ഒന്നും ചെയ്യാതെ നമ്മൾ നോർമൽ റേറ്റിൽ തന്നെ ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു തരംഗം ഒരു 2 വർഷത്തിന്റെ ഉള്ളിൽ ഇവിടെ നമ്മളിത് തരംഗമാക്കും, പരിചയപ്പെടുത്തും. അതിലൊരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ അത്ര നല്ലൊരു വെറൈറ്റി ആണ് നമ്മളെ കാട്ടിമൂണ് മാവ്, അതുപോലെ അതിപ്പോ നമുക്ക് അതുപോലെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളിത് കാട്ടിമൂണ് 10,000 മേലെ സ്റ്റോക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ നല്ല വെറൈറ്റികളെ കൂടുതൽ ആളുകളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത്. നമുക്ക് ബിസിനസ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ട പല ആളുകളും ചെയ്യൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഇറക്കല്. നമ്മളതെല്ലാം നല്ല സാധനം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ നല്ലതിനെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും, ആളുകൾക്ക് പ്രസ് ചെയ്ത് കൊടുക്കും, നഴ്സറിക്കാർക്കാണെങ്കിലും കൊടുത്തിട്ട് അതിനെ ഒന്ന് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ ലോങ്ങനെയും നല്ലൊരു വെറൈറ്റിയാണ്. ഇതിനെ നമ്മൾ എന്തായാലും ഈ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുമ്പോൾ ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് എല്ലാ ആളുകളിലേക്കും എത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പറ്റിയ റേറ്റിൽ ഇനിയും നമ്മൾ റേറ്റ് കുറക്കല്ലാതെ കൂട്ടാൻ ഒരു സാധ്യതയില്ല. പിന്നെ നമ്മൾ ഈ ഫാമിൽ ഇതാ മരത്തിൽ നിറയെ ഫ്രൂട്ട്സ് ആണ്, ഇല കുറഞ്ഞിട്ടുള്ള നിറയെ ഫ്രൂട്ട്സ് കാണുന്ന അമ്പഴങ്ങയുടെ മരം നമ്മൾ കാണുന്നത്. ഒന്നാണ് കയറി ഷൂട്ട് ചെയ്ത് നോക്കാം. എല്ലാത്തിനും ഉണ്ട് കേട്ടോ, ഫ്ലവറും ഉണ്ട് പഴങ്ങളും ഉണ്ട്, നിറച്ചിട്ട് അവിടെയൊക്കെ വലിയ വലിയ പഴങ്ങളായി കാണുന്നത്. കംപ്ലീറ്റ് ഈ മരത്തിൽ നിറച്ചും കാഴ്ച നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലവറും ഉണ്ട്, നല്ല നല്ല മരങ്ങളാട്ടാ. ഇനി പുറത്തൊക്കെ ഒന്ന് നോക്കാം. ഈ ഷെഡ് ഫുള്ള് തന്നെയാണ് ആണോ, ഇവിടെയൊക്കെ ഉണ്ട്. മേൽഭാഗത്തും താഴ്ഭാഗത്തൊക്കെ കാഴ്ച നിൽക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിന്റെ ചെറിയ പീസ് നമ്മൾ ചെറിയ പീസ് ഉണ്ട്. ഇതിപ്പോ ഇതൊക്കെ നിന്റെ ഒരാളെ ഹൈറ്റ് ഉണ്ട്. ഇതിന്റെ ഓരോ കൊലകൾ കണ്ടില്ലേ? അതെ, ഇതൊക്കെ അത്യാവശ്യം ഇന്ന ഹൈറ്റ് വരുന്നതാണ്. ഏത് ഹൈറ്റിലുണ്ട്. ഇനി ഇപ്പൊ ചെറിയതിൽ പടർന്ന ആളുകൾക്ക് അതുണ്ട്, വലിയത് ഹൈറ്റ് കൂടിയത് വേണ്ടത് അവർക്ക് അതുണ്ട്. സൂപ്പർ മരം, നല്ല ഹെൽത്തി അടിപൊളി മരങ്ങൾ തന്നെയാണ് കാണുന്നതൊക്കെ. എത്ര രൂപ കൊടുക്കുന്നത്? ഇതിപ്പോ ഞങ്ങൾ ഇവിടെ നിലവിൽ പ്രസന്റ് കണ്ടീഷനിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് 800 രൂപയാണ്. ഇതിപ്പോ ഒരു വീഡിയോ ഓഫർ എന്നുള്ള രീതിയിൽ 600 രൂപക്ക് തരാം. 600 രൂപ കൊടുക്കാം. ഇത്രയും വലിയ സൈസുകൾ ഈ കായോട് കൂടിയിട്ട്. കാരണം ഇതൊരു ഓർണമെന്റലായിട്ടും കൂടെ നമുക്ക് വീട്ടിന്റെ മുമ്പിലൊക്കെ പോട്ടിലും കാര്യങ്ങളും വെക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ നമ്മുടെ പഴയ അമ്പായത്തിന്റെ എല്ലാ ഉപകാരങ്ങളും നടത്താം ഈ ഒരു സ്റ്റേജ് വരെ. അതാണ്ട് ഇത് നോക്കാം, ഈ ഒരു സ്റ്റേജ് ആളുകൾക്ക് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഈ ഒരു സ്റ്റേജിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് എല്ലാം നമ്മുടെ ചമ്മന്തി അതുപോലുള്ള നമുക്ക് മാങ്ങ ഉപ്പിലിട്ടത് ഉണ്ടാക്കാൻ എല്ലാത്തിനും പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് വലിയ കായാവും, ഇങ്ങനെ ഈ മഞ്ഞപ്പ് വരാൻ തുടങ്ങും. ഇതാവുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പണ്ടത്തെ അമ്പഴം എന്ന് പറഞ്ഞാൽ നമുക്കത് വേസ്റ്റായി പോകാറാണ്. പക്ഷേ ഇത് മുതൽ ഇതിന് വേസ്റ്റ് ഇല്ല. ഇത് മുതൽ ഇതിന്റെ പുളിപ്പ് പോയിട്ട് പിന്നെ നമുക്ക് മറ്റു ഉപകാരങ്ങൾ മാങ്ങയെ പോലെ സെമ്മീൻ്റെ കൂടെ അതുപോലുള്ള നമുക്ക് ഡയറക്റ്റ് കഴിക്കാം. ഇനി എനിക്ക് ഞാൻ 1 മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നാലും ഞാൻ അതിന്റെ ചെറുത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ 600-ന് വാങ്ങാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. ഇത് ഞങ്ങൾ ഈ സാധനം കൊടുക്കുന്നത് നമ്മൾ 400 രൂപയാണ്. അതിലും കായുണ്ട്, അതിലും ഫുള്ള് കായുണ്ട്. നല്ല നല്ല ബുഷായിട്ടുള്ള നല്ല ചെടികളാണ് ഇതൊക്കെ കേട്ടോ. ഒക്കെ നല്ലതാണ്, എല്ലാത്തിലും കായും കാര്യങ്ങളും വരുന്നത്. ഇനി ഒറ്റ മിനിറ്റ്. ഇത് വലിയൊരു മരത്തില് ഇത് നമ്മളിപ്പോ ഞാനതാണ് ഇതൊരു ഓർണമെന്റലായിട്ട് നമുക്ക് വീടിന്റെ മുമ്പിലൊക്കെ വെക്കാന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചാണ് കൊലകൊലായിട്ട് നിൽക്കുന്നുണ്ട്. ഇതില് ഓൾ സീസൺ ആണ് ഇതിന്റെ പ്രത്യേകത. ഏറ്റവും ചെറിയ കായ പൂവ് മാത്രമായിട്ടുള്ള അത് മുതൽ അതിന്റെ ചെറിയ കായ നോക്കാം ഇവിടെ. ഇനി അതിന്റെ വലിയ കായ നോക്കാം. ഇനി ഏറ്റവും പഴുത്ത ടൈപ്പിലുള്ള കായ നോക്കാം. ഇത്രയും സ്റ്റെപ്പുകൾ. ഇനി ഇതിൽ പുതിയ ഫ്ലവർ വരുന്നത് നോക്കാം. ഇവിടെ ഓൾ സീസൺ ആണ്. ഒരേ മരത്തിലുള്ള ഫ്ലവർ 2 ഇതിലും ഫ്ലവർ ആയിരുന്നു. അപ്പൊ ഇത് ഒരു സംശയമല്ല, 100% ഓൾ സീസൺ എന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ എന്നും നമ്മളെ വീട്ടിൽ ഓരോ കാര്യം. ഇനി ഇതിനെ ഒന്ന് വേണം, ഈ കായപ്പോ നമ്മൾ പൊട്ടിച്ചു. ഇനി ഇതിനെ നമുക്കൊന്ന് ഇതിന്റെ മധുരം ഉണ്ടോ ഒന്നും കൂടി ഒന്ന് നോക്കി. ആ കത്തിയെടുത്താണ് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യാണ്. ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയണമല്ലോ. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ പുളിയില്ല എന്താ പറയാ, എല്ലായിടത്തും ഇത്ര മൂത്തത് സാധാരണ നമുക്ക് കടകളിൽ കിട്ടൂല. കാരണം നമുക്ക് ഇങ്ങനെ പ്ലാന്റ് ഉണ്ടാവുകൊണ്ടാണ് കിട്ടുന്നത്. മറ്റേത് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അറിയില്ല. അപ്പൊ ചെറുതിൽ പുളിയായിരിക്കും. അപ്പൊ ആളുകൾ പിന്നെ ഇത് വെറുതെ പറയാന്നുള്ളൊരു ഇതുണ്ട്. ഇതൊന്ന് നോക്കി നോക്കാം ടെസ്റ്റ്. ഒരു ചണ്ടി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് പറഞ്ഞു. നേരിയ മധുരം ഉണ്ട്, എന്നാലും കയ്പോ ചുമപ്പോ ഒന്നുമില്ല. ഒരു അടിപൊളി. നമുക്കിപ്പോ ഇപ്പൊ ഷൗക്കത്ത് നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ സ്റ്റോക്കും വെക്കുക, എന്നാലും നമ്മളെ ആവശ്യങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി ഒരു അടിപൊളി സാധനം തന്നെയാണ്. എനിക്ക് ഇതില് പുളിയും കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ചെറിയ മധുരം ഉണ്ട് അല്ലെ. അതായത് നമ്മളൊരു അമ്പാഴത്തിനാണല്ലോ മധുരമ്പാഴം എന്ന് പറയുന്നത്. പുളി കളഞ്ഞിട്ട് നല്ലൊരു മാങ്ങന്റെ ടേസ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാം. അതിന്റെ ഒരു നാരോ കാര്യങ്ങളോ ഒന്നുമില്ല.
ടെമ്പർ ഒന്നും ഇല്ലല്ലോ നമ്മളെ സാധാരണ സോഫ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ വന്നാൽ ധാരാളം അറുത്ത് കഴിക്കുന്നത് നമ്മളെ ഷുഗർ പേഷ്യൻസിനും അങ്ങനെയുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. നല്ല ഫ്രൂട്ടാ അല്ലേ? അടിപൊളി സാധനം. അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട്. കായുള്ളതും കായില്ലാത്ത വില കുറഞ്ഞിട്ടുള്ള നല്ല സാധനം തന്നെയാണ്. കണ്ടോ, നമ്മൾ കഴിച്ചിട്ടാണ് ഇതിന്റെ റിസൾട്ട് പറഞ്ഞത്. പക്കമായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള റിസൾട്ട് പറഞ്ഞിട്ടുള്ളത്. അത് കട്ട് ചെയ്ത ഫ്രൂട്ട്. ഇത് ഏതാണ് വെറൈറ്റി? ഇതടാ നമ്മളെ മിയാസാക്കിയാണ്. നമ്മളെ മിയാസാക്കിയാണല്ലേ കാണുന്നത് അല്ലേ? ഇത് നമ്മള് ഇവിടെ ഒരുപാട് വീഡിയോ ചെയ്തൊരു ഐറ്റം. അതെ, കഴിഞ്ഞ പ്രാവശ്യം വലിയ മാവുകളൊക്കെ നമ്മൾ ഒരുപാട് റിവ്യൂ ചെയ്തില്ല, മാവും മാങ്ങിയും ഒക്കെ. അതെ അതെ. അതിൽ നിന്ന് തന്നെ നമ്മളായിട്ട് ബഡ് ചെയ്തെടുത്തതാ. നമ്മൾ ബഡ് ചെയ്താണ്ട് ഇറക്കിയ തൈകളാണ് ഇപ്പൊ ഇത്. ആ സെയിം സാധനം അല്ലേ? ആ സെയിം സാധനം നമ്മളിപ്പോ ബഡ് ചെയ്താണ്ട് ഫുൾ ഗ്യാരണ്ടിയാണ്. നമ്മൾ അന്ന് ഷോ ചെയ്ത അതേ സാധനം ഇപ്പൊ വലിയ തൈകൾ വാങ്ങാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഇത് വാങ്ങി വെച്ചാലും 2-2.5 വർഷം 3 വർഷത്തിന്റെ ഉള്ളിൽ ഇതിൽ നിന്ന് അവർക്ക് കിട്ടും, അതേ ഫ്രൂട്ട് കിട്ടും. അത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുക. കാരണം അത് എവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നല്ല, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ്. ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ബഡ് ചെയ്തതാണ്. അപ്പൊ എത്ര രൂപ കൊടുക്കാം നമുക്ക്? ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വിൽക്കുന്നത് 500 രൂപയാണ്. അത് നമുക്ക് എന്താ പറയുക, ഇതിന്റെ പിടുത്തമൊക്കെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പിന്നെ നല്ല സ്ട്രോങ് മദറിലാണ് നമ്മൾ കൊടുത്തിരുന്നത്. 1 വർഷമോ 2 വർഷമോ ഒന്നും ആയ തൈലല്ല, അതെന്ന് വെച്ചാൽ അത്രയും കരുത്തുള്ള തൈലാണ് നമ്മളിത് ബഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ ചെലവുകൾ നോക്കുമ്പോൾ കുറെ ലോസും ഉണ്ട്, ഒരുപാട് പിടുത്തം കിട്ടാതെ പോയിട്ടുണ്ട്. നമുക്കൊരു 500 രൂപ കൊടുത്താലേ അത് മുതലാവത്തുള്ളൂ. അതാണ് നമ്മളെ പ്രേക്ഷകരായിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുമോ? കൊണ്ട് വെക്കട്ടെ. അങ്ങനെ തന്നെ വയ്ക്കുമ്പോഴാണ് പ്രശ്നം. എന്നാ ശരി, 400 രൂപക്ക് അടിച്ചോ. 400 രൂപ കൊടുക്കാം. അത് ഒരു മാസത്തെ ടൈം കേട്ടോ. ഒരു മാസം ഓഫറിന് നമ്മൾ 400 രൂപ കൊടുക്കണ്ട. അത് കൊണ്ട് വെക്കണം നിർബന്ധമായിട്ടും. ക്യാമറ ഓൺ ആക്കിയാണ് നമ്മളെ കുഴക്കണം. നമ്മളെ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറാണ്. കാരണം മിയാസാക്കി ഞങ്ങൾ കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ചതാണ്. ഈ സെയിം സാധനം തന്നെയാണ് ഞങ്ങൾ ഇത് ബഡ് ചെയ്തിട്ട് വളർത്തിയെടുക്കുന്ന ആ ഒരു സാധനമാണ് നമ്മൾ ഇങ്ങോട്ട് പറയണത്. അടിപൊളി. അതേപോലെ തന്നെ അതിൽ കിങ് ഓഫ് ചക്കപ്പത്തും ഉണ്ട് നമുക്ക് കൊടുക്കാന്. ചക്കപ്പത്തിന്റെ തയ്യും ഇതേ വലിപ്പത്തിലുണ്ട്. പിന്നെ R2E2 തയ്യും ഉണ്ട് ഇതേ വലിപ്പത്തിൽ കൊടുക്കാൻ. അപ്പൊ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ അതായത് കഴിച്ച് റിസൾട്ട് പറഞ്ഞ എല്ലാ തൈകളും ഇപ്പൊ ബഡ് ചെയ്ത് വരുന്നുണ്ട്. ഒക്കെ നമുക്ക് ഏകദേശം ഈ റേറ്റിൽ കൊടുത്തൂടെ? ഈ ഒരു മാസം ഞാൻ അനക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം. ഈ കാണിക്കുന്ന ബ്ലാക്ക് ലീഫിന്റെ അടിപൊളി ലോങ്ങൺ മരാട്ടാ. ലോങ്ങൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി കടവണ്ണൊക്കെ 30 കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള വലിയ ലോങ്ങൺ മരാണ്. കടവണ്ണം കണ്ടോ? ബ്ലാക്ക് ലീഫ് അല്ലേ? അത് ബ്ലാക്ക് ലീഫ്. ബ്ലാക്ക് ലീഫ് നമ്മളിത് വിൽക്കാൻ വെച്ചതല്ലേ? അതോ ഡിസ്പ്ലേ വെച്ചതാ? അല്ലല്ല, കൊടുക്കാനുള്ളതിനാണ്. അപ്പൊ വലിയ മരം ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതാ നമ്മൾ ഈ വീഡിയോ കാണുന്ന നമ്പർ വിളിക്കുക. തങ്കയത്തിൽ അഗ്രോ ഫാമിൽ അടിപൊളി ലോങ്ങന്റെ മരങ്ങളുണ്ട്. വലിയ വലിയ മരങ്ങൾ തന്നെ കേട്ടോ. അതൊക്കെ അതിന് വലിപ്പം കണ്ടോ? നമ്മളെ ഫാമിലെ ആപ്പാണ്, നമ്മളെ ഷൗക്കത്ത് കുടുംബക്കാരാണ് അല്ലേ? മൂപ്പരെക്കാളും വലിപ്പമുണ്ട് ആ മരം. അത്രയും നല്ല വലിയ മരമാണ്. ഇത്രയും വലിയ മരമുള്ള ആവശ്യം ആൾക്കാർക്ക് ഉടനെ വിളിച്ചോണ്ട്. ഇത് എത്ര പീസിന് നമ്മുടെ അത് ഇഷ്ടം പോലെ കൊടുക്കുക. അതുകൊണ്ട് എത്ര വേണമെങ്കിലും ഉണ്ട്. നമ്മളത് ഇത് ഡിസ്പ്ലേ സെന്റർ അല്ലേ, നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ മാത്രമേ. സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ബ്ലാക്ക് ലീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ലോങ്ങൻ തന്നെ അല്ലേ? നല്ല ടേസ്റ്റ് ഉള്ളതാണെന്നാണ് എനിക്ക്, ഞാൻ കഴിച്ചില്ല, ഉള്ളതാണ് അറിവ്. അല്ല, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് നല്ലതാണെന്നാണ് പൊതുവെ പറയുന്നത്. ഇതിനും വരുന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ തന്നെ ചെറിയ തൈ, അതിന്റെ കുറച്ചും കൂടെ ചെറുതല്ല. ഇതും കാണിച്ചു കൊടുക്കുക. അപ്പൊ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തോ. അത്യാവശ്യം കുഴപ്പമില്ല. അത് മീഡിയം ആപ്പന്റെ വലിപ്പൊക്കെ ഉണ്ടോ? മീഡിയം. ഇതിന്റെ ചെറുതുണ്ട് വേറെ, അത് അവിടുന്ന് ഷൂട്ട് ചെയ്യാം. ഇതിന്റെ ചെറുതുണ്ട്, അത് അപ്പൊ കാണിച്ചു തരും. അപ്പൊ നമുക്ക് ബ്ലാക്ക് ലീഫ് എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്? 3 സ്റ്റെപ്പ് 1000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിങ് ഓഫ് ചക്കപ്പത്തല്ലേ ഇത്? കിങ് ഓഫ് ചക്കപ്പത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1 കിലോ 160 ഗ്രാമിൽ നമ്മൾ തുലാസിൽ വെച്ച് കാണിച്ചു കൊടുത്തതാണ്. കാണാനും നല്ല ഭംഗിയുള്ള മാങ്ങയാണ്. ബ്രൗൺ കളറിന്ന് വന്നിട്ട് പിന്നെ നമ്മുടെ ആപ്പിളിനെ പോലെ റോസ് കളറിലേക്ക് മാറുന്ന നല്ല ഒരു വെറൈറ്റി. നന്നായിട്ട് നമ്മൾ റിവ്യൂ ഒക്കെ കഴിച്ചിട്ടും ഒക്കെ കാണിച്ചതാണ്. നല്ല വെറൈറ്റിയാണ്, നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ്. ഒന്നും വേണ്ട ഫ്ലവർ ചെയ്യുന്ന തന്നെ ഈ ചെറിയ ഈ കുഞ്ഞനും ഈ പ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലവറാണ്. അതെ അതെ, നല്ല ഫ്ലവർ ചെയ്യുന്നതാണ്. ഒരു വീട്ടിൽ വെക്കേണ്ട സാധനമാണ് അതൊക്കെ. ഓക്കെ, ഇത്രയും വലുപ്പമുള്ള സൈസ് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത്? പക്ഷെ അത് നമുക്കിത് ഇപ്പൊ ഞങ്ങൾ വിറ്റുകൊണ്ട് എത്തുന്നത് 700 രൂപയാണ്. അതിന് 500 രൂപക്ക് ഈ 1 മന്ത് ഓഫറിൽ കൊടുക്കാം. ഈ ഒരു മാസം നമുക്ക് ഓഫർ കൊടുക്കാം. 500 രൂപ കൊടുക്കാം. ഇത് അത്യാവശ്യം നമ്മളത് ക്വാണ്ടിറ്റി ഇല്ലേ? ഉണ്ട്. പിന്നെ ഇതേ നമ്മളെ റെഡ് പാൾമർ പറഞ്ഞ മാങ്ങയാണ്. ഇതുണ്ടോ? ഇതാണ് ഇപ്പൊ ഇതിന്റെ മാങ്ങന്റെ സേഫ് വരുന്നതാണ്. ഈ സാധനമാണ് അല്ലേ? ടാഗോട് കൂടിയിട്ടാണ് ഈ മാമരം കാണിക്കുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം ഇവിടെ ഉണ്ടോ? സാധനങ്ങളുണ്ടോ? ഇത് അത്യാവശ്യം ഉണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാണ്ട്. ഇത് ഇമാപസന്ത് പറഞ്ഞ മാവാണ്. ഇമാപസന്ത് നല്ല വലിയ മാവിന്റെ വലിയ മാങ്ങ. അത്യാവശ്യം വലിപ്പമുള്ള മരങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കുന്നത്? ഇതിപ്പോ ഞങ്ങള് ഇതുവരെ കൊടുത്തിരുന്നത് 1000-നാണ്.
ഇതിപ്പോ നമ്മളെ ഒരു വീഡിയോ ഓഫറിൽ ഒരു 800 റുപ്യ കൊടുക്കും. 800 റുപ്യക്ക്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു മാസത്തെ ആ, കാലാവധിക്ക് ഒരു മാസത്തിന് ഒരു 800 റുപ്യ കൊടുക്കാമല്ലോ അല്ലേ? 800 റുപ്യ കൊടുക്കും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരം തന്നെ കേട്ടോ. ഇത് മാങ്ങ അടിപൊളി മാങ്ങനല്ലേ? നല്ല അടിപൊളി മാങ്ങ. ഇത് ഏറ്റവും നല്ല മാങ്ങയാണ്. അല്ലെ? കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ്. നല്ല മാങ്ങ. ഇതൊക്കെ വലിയ വലിയ മാങ്ങകളാണ്. വലിയ മാങ്ങകളൊക്കെ അല്ലെ? ഓക്കെ, ഇത് നമ്മൾക്ക് അത്യാവശ്യം സ്റ്റോക്ക് കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതേതാ ഈ വെറൈറ്റി? ഇതാ ഈ വെറൈറ്റിയാണ് ബംഗനാപ്പള്ളി എന്ന് പറയുന്ന മാങ്ങ. ഇതും നല്ല വലിപ്പമുള്ള മരം തന്നെ കേട്ടോ. ആ. അത്യാവശ്യം ഇതും നമ്മളടുത്ത് ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ. ഇതൊക്കെ സെയിം റേറ്റ് ആട്ടോ. സെയിം റേറ്റ് തന്നെ. നമ്മൾ ഈ ഓഫറിൽ 800 രൂപ കൊടുക്കാം. വലിയ മരങ്ങളാട്ടോ, 800 രൂപ. നല്ല വലിയ ബുഷ് ആയിട്ടുള്ള മരം തന്നെയാണ്. മേലക്കൊക്കെ നല്ല ബുഷ് ആയിട്ടുള്ള മരം തന്നെയാണ്. അത്യാവശ്യം ഇതും ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ.